നമസ്കാരം. ഇന്നലെ ഉച്ചതിരിഞ്ഞ് ഏതാണ്ട് 2:30 കശ്മീരിൽ അവിടെ വിനോദസഞ്ചാരത്തിൽ ഏർപ്പെട്ടിരുന്ന ആളുകൾക്ക് നേരെ ഭീകരാക്രമണം ഉണ്ടായത്. ഭീകരന്മാരുടെ 7 സംഘമാണ് ആക്രമണം നടത്തിയത് എന്ന് മാത്രമല്ല 28-ലധികം നിരപരാധികളാണ് മരിച്ചു വീണത്. 30ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചന. ഈ പരിക്കേറ്റവരിൽ പലരുടെയും നില ഗുരുതരമായതിനാൽ മരണസംഖ്യ ഇനിയും ഉയരാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായും മുംബൈ ഭീകരാക്രമണം കഴിഞ്ഞാൽ എടുത്തു പറയാൻ സാധിക്കുന്ന മറ്റൊരു ഭീകരാക്രമണമാണ് ഈ കഴിഞ്ഞ ദിവസം പെഹൽഗാമിൽ നടന്നത് എന്ന് വ്യക്തമാണ്. ഈ പെഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു സൈനിക നടപടി രാജ്യത്ത് എമ്പാടും പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. അതുമാത്രമല്ല, ഈ സൈനിക നടപടിയെ പാകിസ്ഥാൻ ഭയക്കുന്നുമുണ്ട്. പാകിസ്ഥാൻ ഈ സമയം വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ പ്രതിരോധത്തിനായി നടത്തുന്നുണ്ട്. ഇന്ത്യയെ ഭയന്ന് തന്നെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ കഴിയുന്നത്. കാരണം 2 തവണ ബലാക്കൌട്ടിൽ നടത്തിയ എയർ സ്ട്രൈക്ക് അടക്കം 2 തവണ ഇന്ത്യ ഇത്തരത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. ആ പ്രതികരണത്തിന് കാരണമായ സംഭവങ്ങളോട് ഏതാണ്ട് ചേർത്ത് വയ്ക്കാൻ സാധിക്കുന്ന മറ്റൊരു സംഭവം തന്നെയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. രാജ്യത്തിൻ്റെ ആത്മാവിന് മുറിവേറ്റിരിക്കുന്നു. ഈ ആക്രമണം നടക്കാനിടയായ സാഹചര്യം കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു വിദേശ സന്ദർശനത്തിലായിരിക്കുമ്പോഴാണ് ഇങ്ങനെയൊരു ആക്രമണം നടക്കുന്നത്. മാത്രമല്ല, അമേരിക്കൻ പ്രസിഡന്റ് JD വാൻസ് 4 ദിവസത്തെ ഇന്ത്യ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്തുമാണ് ഇങ്ങനെ ഒരു ഭീകരാക്രമണം കശ്മീരിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ഗൗരവത്തോടു കൂടിയാണ് ഈ ആക്രമണത്തെ കേന്ദ്ര സർക്കാർ കാണുന്നത്. മാത്രമല്ല, ശക്തമായി തിരിച്ചടിക്കുമെന്ന് കേന്ദ്രം ഇതിനോടകം തന്നെ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുമായി കൂടുതൽ പ്രതികരണത്തിലേക്ക് ആരും കടക്കുന്നില്ല എന്നുള്ളതാണ്. ഇന്ത്യ എങ്ങനെ പ്രതികരിക്കും എന്ന് പറയാൻ സാധിക്കില്ല. ആദ്യ സർജിക്കൽ സ്ട്രൈക്കിൽ കരസേനാംഗങ്ങളാണ് പങ്കെടുത്തതെങ്കിൽ 2ാം സ്ട്രൈക്ക് നടത്തിയത് വ്യോമസേനയാണ്. ഇനി 3ാം സ്ട്രൈക്ക് എങ്ങനെയാകും എന്നുള്ളതിനെക്കുറിച്ച് പാകിസ്ഥാന് ഒരു വിവരവും ഉണ്ടായിരിക്കില്ല. അങ്ങനെയുള്ള ഒരു തിരിച്ചടി പെട്ടെന്ന് തന്നെ നൽകാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നേതൃത്വത്തിൽ ഇന്ത്യൻ നേതൃത്വം ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന സൂചന. മാത്രമല്ല, ഇതിന് എല്ലാവിധ പിന്തുണയും എല്ലാ രാജ്യങ്ങളും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ലോകത്തെ തന്നെ ഞെട്ടിച്ച ഒരു ഭീകരാക്രമണമാണ് നടന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കയും റഷ്യയും അടങ്ങുന്ന വൻകിട രാജ്യങ്ങളെല്ലാം തന്നെ ഇന്ത്യക്കൊപ്പം നിൽക്കുകയാണ്. അവർ ഇന്ത്യക്കൊപ്പമാണ് എന്ന് ഇതിനോടകം തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എല്ലാ രാജ്യങ്ങളുടെയും പിന്തുണ ഇന്ത്യക്ക് ലഭിച്ച സ്ഥിതിക്ക് തീർച്ചയായും അന്താരാഷ്ട്ര തലത്തിൽ ആക്രമണത്തിന് അല്ലെങ്കിൽ ഒരു പ്രത്യാക്രമണം നടത്തുന്നതിന് യാതൊരു തടസ്സവും ഇന്ത്യയുടെ മുന്നിലില്ല എന്നുള്ളതാണ്. ആ വഴി ഇന്ത്യ ക്ലിയർ ചെയ്തു കഴിഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കശ്മീരിനെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി, അതായത് 2019 നേരത്തെ പറഞ്ഞതുപോലെ 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞതിന് ശേഷം ഇസ്ലാമിക തീവ്രവാദത്തിന് അവിടെ വേര് പിടിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ആക്രമണങ്ങളുടെ എണ്ണം വളരെയധികം കുറഞ്ഞു. അവിടെ ക്രമസമാധാന നില സാധാരണഗതിയിലായി. ഉത്സവങ്ങളും സിനിമാ തിയേറ്ററുകളും അടക്കം തുറന്നു പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു സംസ്ഥാനം ഒരു വലിയ സമാധാനത്തിലേക്ക് മാറുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സമാധാന അന്തരീക്ഷത്തെ തകർക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ്, ഒരു ആക്രമണ പദ്ധതിയാണ് ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഇത്രയധികം പിടിച്ചിട്ടും കശ്മീരിലേക്ക് ആക്രമണം നടത്താൻ സാധിക്കുന്നത് പാക് അധീന കശ്മീരിലെ ഭീകരരുടെ സാന്നിധ്യമാണ്. ഈ പാക് അധീന കശ്മീരാകട്ടെ പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്ന് നിയമവിരുദ്ധമായി കൈയടക്കി വച്ചിരിക്കുകയാണ്. പാക് അധീന കശ്മീരിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ ഇന്ത്യ നിരന്തരം പാകിസ്ഥാനോട് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്, ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് പാകിസ്ഥാൻ ചെവിക്കൊള്ളുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ പശ്ചാത്തലത്തിൽ അന്താരാഷ്ട്ര സഹകരണം അടക്കം അല്ലെങ്കിൽ അന്താരാഷ്ട്ര പിന്തുണയുടെ അടക്കമുള്ള സാഹചര്യത്തിൽ തീർച്ചയായും ഒരു പ്രത്യാക്രമണം നടന്നാൽ ആ പ്രത്യാക്രമണം ആദ്യത്തെ 1ഉം 2ഉം സർജിക്കൽ സ്ട്രൈക്ക് പോലെയാവില്ല. പാക് അധീന കശ്മീർ ഒന്നാകെ പിടിച്ചെടുക്കുന്ന ഒരു വലിയ സൈനിക നടപടിയാകും എന്ന് കണക്ക് കൂട്ടുന്നവരുമുണ്ട്. ഈ സാഹചര്യത്തിൽ അതിലേക്കാണ് കേന്ദ്ര സർക്കാർ നീങ്ങുന്നത് എന്ന സൂചന പാകിസ്ഥാനും ലഭിച്ചു കഴിഞ്ഞു. അങ്ങനെ പാകിസ്ഥാൻ വലിയ പ്രതിരോധം തീർക്കുകയാണ്. പക്ഷേ എത്രമാത്രം പ്രതിരോധം തീർത്താലും മറ്റ് ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഇസ്രായേലും അമേരിക്കയും റഷ്യയും അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യക്കൊപ്പം നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ അത്തരത്തിൽ ഒരു ആക്രമണ പദ്ധതി നടപ്പിലാക്കിയാൽ അതിൽ പ്രതിരോധിക്കുക വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായി മാറും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്, PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട.
ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.